പഹൽഗാമിൽ നിന്ന് അറുവാലി, ബേതാബ് വാലി, ചന്ദൻ വാലി എന്നിവിടങ്ങളിലേക്ക് ടാക്സിയിലും മറ്റു ചെറുവാഹനങ്ങളിലും പോകാൻ പറ്റും. ഇതിനപ്പുറമുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് മഞ്ഞുമൂടിയ വാഹനങ്ങൾ കടന്നു പോകാത്ത കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കുതിരസവാരി മാത്രമേ ഉള്ളൂ. ഞങ്ങളെത്തുമ്പോൾ കുതിരസവാരി കഴിഞ്ഞ് മടങ്ങി വരുന്നവരുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. വളരെ ആസ്വദിച്ച് സന്തോഷമായി പഹൽഗാമിൻ്റെ താഴ്വാരങ്ങളിൽ, മഞ്ഞു പുതച്ച താഴ്വാരങ്ങൾ വില്ലേജുകളിലും പോയി മടങ്ങിയെത്തുന്ന സന്ദർശകരുടെ നീണ്ട നിര കാണാമായിരുന്നു. അതിലേറെ അത്ഭുതം തോന്നിയത് അവിടെ കൂടി നിൽക്കുന്ന, തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന കുതിരകളെയാണ്. ഈ ഇത്രയും കുതിരകളുടെ ബാഹുല്യം തന്നെ കാണിക്കുന്നത് അവിടുത്തെ സഞ്ചാരികളുടെ തിരക്കിനെ തന്നെയാണ്. വളരെ അധികം കുതിരകൾ ഡെക്കറേറ്റ് ചെയ്ത് യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നു. അതിനെ കെട്ടിയിരിക്കുന്ന പ്രത്യേക മൈതാനം തന്നെയുണ്ട്. കാറും വാഹനങ്ങളും പാർക്ക് ചെയ്തിരിക്കുന്ന പോലെ കുതിര പാർക്കിങ്ങിനും പ്രത്യേകം സംവിധാനം. അല്പം മഴയും ചെളിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുതിരസവാരി ചൂസ് ചെയ്തില്ല, വൈകിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് കുതിരസവാരി പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ അറുവാലി, ചന്ദൻ വാലി, ബേതാബ് വാലി കാണാനാണ് പ്രിഫർ ചെയ്തത്. പക്ഷേ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള, വളരെ രസകരമായ കുതിരസവാരി ആസ്വദിക്കുക തന്നെ വേണമായിരുന്നു. മഴയായതുകൊണ്ടും അല്പം അനാരോഗ്യം നിന്നതുകൊണ്ടും തൽക്കാലം വേണ്ട, അടുത്ത വിസിറ്റിലാകട്ടെ എന്ന് കരുതി. ഇനി പോകുന്ന സഞ്ചാരികൾ ഈ കുതിരസവാരി കൂടി ആസ്വദിക്കണം, റൈഡ് അനുഭവിക്കണം എന്നും എനിക്കൊരഭിപ്രായമുണ്ട്. ഏതായാലും ഞാൻ ഇത്രമാത്രം കുതിരകളെ കാണുന്നത് പഹൽഗാമിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. വേറെങ്ങും കാണാനുള്ള ഇടം ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഞാൻ പോയിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും ഇത് വല്ലാത്തൊരു അനുഭൂതി